9 മണി തൊട്ട് ഒരു 9:45 വരെയുള്ള സമയം ഞങ്ങൾ എക്സ്ട്രീംലി വിജിലൻ്റായിട്ട് അമ്മയുടെ കൂടെ നിൽക്കാനായിട്ട് സഹകരിക്കും. കാര്യം ആ സമയത്ത് അമ്മ 1 പോയിൻറ്റഡ് ആവാൻ തുടങ്ങും, വേറെ എല്ലാം മാറും, ബാങ്ക് മാത്രമാവും. അതുവരെ കുറച്ച് സ്ലോ ആയിരിക്കും, ചിലപ്പോൾ പല ജോലികൾ മൾട്ടി ടാസ്കിങ്. അപ്പോൾ ഞാൻ പലപ്പോഴും ഈ ചെറുപ്പത്തിൽ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ദേവിക്ക് 10 കൈകളുണ്ടല്ലോ. പിന്നീട് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അങ്ങനെ ഡെപ്പിക്റ്റ് ചെയ്തേക്കുന്നത്. കാര്യം അമ്മയുടെ മൾട്ടി ടാസ്കിങ് സ്കില്ല് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡെപ്പിക്ഷൻ ദേവിക്ക് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സൂപ്പർ വുമണാണ് ഞാൻ. എന്തെങ്കിലും സ്കില്ല്, എന്തെങ്കിലും എനിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ നിന്ന് നിങ്ങളോട് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണതിനൊക്കെ പുറകിൽ നിൽക്കണ വെളിച്ചം അമ്മയാണ്. ഞാൻ ഓർക്കുകയാണ്, 30 വയസ്സായി എനിക്ക്, ബാങ്കിൽ 41 വർഷത്തെ സർവീസ്. അപ്പോൾ എന്നെക്കാലം കൂടുതലൊരു 11 വർഷം ബാങ്കായിട്ട് അമ്മയ്ക്ക് ബന്ധമുണ്ട്. അതുകൊണ്ടായിരിക്കും അത്ര കമ്മിറ്റ്മെൻ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കണ ഒരു കാര്യം, അച്ഛൻ്റെ മരണസമയത്ത് ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായി. എൻ്റെ മടിയിൽ കിടന്നാണ് അച്ഛൻ മരിക്കണത്. ഞങ്ങൾ മരണസമയത്ത് കാറിൽ അച്ഛനെ കൊണ്ടുപോകണു ഹോസ്പിറ്റലിലേക്ക്. അത്രയും ചലഞ്ചിങ് ആയ ഒരു സാഹചര്യത്തിൽ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും അച്ഛൻ്റെ നെഞ്ച് തലോടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ബാങ്കിൻ്റെ ചാവി എൻ്റെ കയ്യിലാണ്, ആരെങ്കിലും വിളിക്കണം, അതുകൊണ്ട് മൈൻഡിൽ വയ്ക്കണം. കാര്യം ഒന്ന് ഓർത്ത് വെക്കുക, അത് ആ കമ്മിറ്റ്മെൻറ്റ്, അത് അത്രത്തോളം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ മാത്രമാണ്. വർക്ക് ഈസ് വർഷിപ്പ് എന്നുള്ള പോലെ ആണ് ബാങ്ക് ജീവിതത്തെ കണ്ടേക്കുന്നത്. +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കൊരു അൺസർട്ടനിറ്റി ഉണ്ടായ സമയത്ത് ഞാൻ അമ്മയോട് ചോദിക്കണം, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഇങ്ങനെ 1-2 ചെറിയ ഇൻസിഡൻറ്റുകളാണ് എനിക്കിവിടെ പറയാൻ ആഗ്രഹം. അമ്മ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കണം അടുക്കളയിൽ. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കണം, അമ്മ എന്താ പർപ്പസ് ലൈഫിൻ്റെ? ദർ ഇസ് നോ ഒരു മീനിങ് ഇല്ലേ ലൈഫിന്? നമ്മളേറ്റവും ഇഷ്ടപ്പെട്ടവർ കുറച്ചാൾ കഴിയുമ്പോൾ യാത്രയാവും, മരിക്കും. എന്തൊക്കെ ഗ്യാദർ ചെയ്താലും നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഓൾ ദിസ്? എന്താ നമ്മൾ ശരിക്കും ചെയ്യണ്ടേ? എന്ത് ചെയ്താൽ, എല്ലാവരും എന്ത് ചെയ്താൽ ഈ ലോകം നന്നാവും എന്ന് ചോദിച്ചു അമ്മയെടുത്ത്. അപ്പം അമ്മ പറഞ്ഞ വളരെ സിമ്പിളായൊരു കാര്യമാണ്, ഞാനിപ്പോൾ തേങ്ങ ചിരകാണ്, അത് ഞാൻ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോലി ഭംഗിയായി. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണോ, എന്ത് കർമ്മം നമ്മൾ ചെയ്യണം, അത് ഭംഗിയായിട്ട് ചെയ്യുക. അത് പോസ്റ്റ്മാൻ്റെ കർമ്മം, ഡ്രൈവറുടെ കർമ്മം, അടിച്ചു വരുന്ന ആളുടെ കർമ്മം, എന്ത് കർമ്മമാണോ നമ്മൾ ടേക്കപ്പ് ചെയ്യണേ, അത് അതിൻ്റെ 100% ഡിവോഷനോടുകൂടി വൃത്തിയോടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകം നന്നാവും എന്നുള്ളത് അതെനിക്ക് വലിയൊരു ഇൻസൈറ്റായിരുന്നു. അത് വലിയൊരു ഇൻസൈറ്റ്. കാര്യം നമ്മളെല്ലാവരും സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്മൾ എന്ത് വർക്ക് ചെയ്യണം എന്നുള്ളത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷെ നമ്മൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. വർക്ക് ചെയ്യുന്ന ആളാണ് വളരെ സിഗ്നിഫിക്കൻ്റ് എന്നും ആ ആളുടെ ഡിവോഷനും ആ ആളുടെ എനർജി കൊണ്ടാണ് ആ വർക്ക് ധന്യമായി വരണതും എന്നുള്ളൊരു കാര്യം പറയാതെ പറഞ്ഞു തരുകൊണ്ടിട്ടുണ്ട്. അങ്ങനെ വലിയ കാര്യങ്ങൾ ചെറിയ രീതിയിൽ സ്വന്തം ആക്ഷൻസിലൂടെ കാണിച്ചു തന്ന് മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ചെറുപ്പം പോലെ പഠിപ്പിക്കണതും, ബാങ്ക് കഴിഞ്ഞ് വന്നിട്ട് എന്നെ പഠിപ്പിക്കണതും, അതുപോലെ രാവിലെ ഉള്ളൊരു തത്രപ്പാട്, ബാങ്കിലുള്ള എല്ലാ അമ്മമാർക്കും അറിയാമായിരിക്കും, ഒരു രാവിലത്തെ ഒരു ഇവൻറ്റ്, ആ ഗ്രേറ്റ് ഇവൻറ്റിനൊക്കെ ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അമ്മേനെ കൊണ്ടാക്കാൻ പറ്റണോ, അമ്മയോടെ വരുന്നു. ബാങ്ക് തുറക്കുമ്പോൾ രാവിലെ ഇടയ്ക്കൊന്നും ഞാനും തുറക്കാണ്ട് ഷിബിമേയുടെ അവിടെ വരാറുണ്ട്. പോളേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതുകൊണ്ട് എനിക്കും ചേട്ടനും കൊണ്ടാക്കേണ്ടി വരാറില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സ്നേഹം കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾ 41 വർഷം അനായാസമായിട്ട് ഈ ജോലി ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം അയാളുടെ മാത്രം മഹത്വമല്ല, അത് കൂടെ ജോലി ചെയ്യണവരുടെ സ്നേഹവും കരുതലും. ഇതുപോലൊരു ഇവൻറ്റ് നിങ്ങൾ ഇത്ര മനോഹരമായിട്ട് കണ്ടക്ട് ചെയ്തല്ലോ, അതൊക്കെ 41 വർഷം എന്തുകൊണ്ട് ഒരാൾ ഒരു സ്ഥലത്ത് ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും കൂടെ ചൂണ്ടിക്കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് നിരന്തരം ഒരു ഘട്ടത്തിൽ ഞാനും അച്ഛനും ഇടത്തും വലത്തും അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ട്, VRS എടുക്കുക. ഒരു ഘട്ടത്തിൽ അച്ഛനും ഞാനും മാറി പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പോഴും അമ്മ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ VRS എടുക്കില്ല എന്ന് പറയില്ല. അത് സമയമാവട്ടെ. അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് അമ്മയ്ക്കും അറിയില്ല VRS ആണോ ഇനി ഞാൻ കംപ്ലീറ്റ് ചെയ്യുമോ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ പെട്ടെന്ന് യാത്രയായി കഴിഞ്ഞപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം ഉണ്ടായിരുന്നൊരു കാര്യം, അത്രയും വൈകാരികമായൊരു ജീവിത സാഹചര്യത്തിൽ പോലും അത്രയും സ്റ്റെബിലിറ്റിയോടുകൂടി, അത്രയും ബാലൻസോടുകൂടി ഒരാൾ തൻ്റെ കർമ്മ മേഖലയിലേക്ക് മടങ്ങി വരിക എന്നുള്ളത്
അത് ഭയങ്കരമായ ഒരു സ്ട്രെങ്ത്ത് ഉള്ള ഒരാൾക്ക് മാത്രമാണ് പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ആ സ്ട്രെങ്ത്ത് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ലോർഡ്. അത് ഈശ്വരൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും സറണ്ടർ ഉള്ള ഒരാൾക്ക്, അത്രയും സമർപ്പണമുള്ള ഒരാൾക്കാണ് അത്രയും സ്ട്രെങ്ത്തിന് പാത്രമാവാൻ പറ്റുള്ളൂ. അമ്മ വളരെ മെലിഞ്ഞ് ഫ്രജൈലായിരിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ എത്രത്തോളം ഒരു കരിയില കാറ്റിന് കീഴടങ്ങണ പോലെ, ഒരു തിരമാല കടലിന് കീഴടങ്ങണ പോലെ, ഒരു ശില്പം ശില്പിക്ക് കീഴടങ്ങണ പോലെ അമ്മയുടെ ഉള്ളിൽ ആ ഒരു സമർപ്പണം, അത് നമ്മൾ ഈശ്വരനെന്നോ ഭഗവാനെന്നോ എന്ത് വാക്കിട്ട് വേണമെങ്കിൽ വിളിക്കാം, ആ ഒരു സമർപ്പണം, ആ സറണ്ടറും ഉള്ളതുകൊണ്ടായിരിക്കാം അമ്മ ഇത്രയും വർഷത്തെ സേവനവും കുടുംബജീവിതവും വ്യക്തിജീവിതവും വളരെ ബാലൻസ്ഡ് ആയിട്ട് സ്റ്റേബിളായിട്ട് സ്റ്റെബിലിറ്റിയോട് കൂടി അതിൻ്റെ പൂർണ്ണതയോടെ പൂർത്തീകരിക്കാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ ദീർഘിപ്പിക്കണില്ല. എന്തായാലും വളരെ നിറവുള്ളൊരു ദിവസമാണെന്ന്, വളരെ ആർദ്രമായൊരു വേദി കൂടിയാണിത്. നിങ്ങളെല്ലാവരെയും കാണാൻ കഴിയണതിലും അമ്മേനെ നിങ്ങൾ നേരത്തെ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂട്ടിക്കൊണ്ട് പോകാൻ കുറച്ച് ഞങ്ങൾക്ക് കൂടെ തരണം. എനിക്കും കുറേ പദ്ധതികളുണ്ട്. അമ്മയുടെ കൂടെ യാത്ര ചെയ്യണം. അമ്മ അപ്പൂപ്പനാട്ടിയുടെ കൂടെയൊക്കെ യാത്ര തുടങ്ങിയിട്ട്, അപ്പോൾ ഞാൻ ഈ കുറച്ച് നാളുകളായിട്ട് അച്ഛനെ പറഞ്ഞ ശേഷം അമ്മ യാത്രകൾ കൂടിയപ്പോൾ ചോദിക്കണം, അമ്മേ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മ പറയണത് അവളെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ മോചിതനായി. കാര്യം ഞാൻ അമ്മയുടെ ചെറുപ്പം മുതലേ വാല് പോലെ നടക്കുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് സുഹൃത്തുക്കൾ പലപ്പോഴും കാനഡയ്ക്ക് വരണില്ല, UK വരണില്ല എന്ന് ചോദിക്കുമ്പോൾ എന്നെ ഇങ്ങനെ പെക്ക് ചെയ്ത് നിർത്തിയേക്കുന്ന ഒരാൾ, വീട്ടിലേക്കും ഈ നാട്ടിലേക്കും എന്നെ ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുന്ന ഒരാൾ അമ്മയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഞങ്ങൾ 2 മക്കൾക്കും കൂടെ അമ്മേനെ വിട്ടു തരണം നിങ്ങൾ. എന്തായാലും വളരെ സന്തോഷം എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും, ഇങ്ങനെ ഒരു ഇത്രയും മനോഹരമായൊരു വേദി ഒരുക്കിയതിന് SBIയോടും, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നാൾ ഈ ബ്രാഞ്ചിൽ മുടിക്കൽ ബ്രാഞ്ചിൽ ചെലവഴിച്ചതുകൊണ്ട് ഈ മുടിക്കൽ ബ്രാഞ്ചിനോടും ഒക്കെ വളരെയധികം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നമസ്കാരം.